അപ്പം നമ്മൾ ലാസ്റ്റ് എടുത്ത ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ നോട്ട്സ് എഴുതാൻ നോക്കിയേക്കണം. എന്നുവെച്ചാൽ ഇതിൻ്റെ PDF ആയിരിക്കും ഞാൻ അയച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്, സബ്സെറ്റ്. സബ്സെറ്റിൻ്റെ സിമ്പല് നമ്മൾ ഒരു C ഇടുന്ന പോലെ, ഇതാണ് സബ്സെറ്റ്. അപ്പം സബ്സെറ്റ് അല്ല എന്ന് പറയുന്നത് എങ്ങനെയാ? ഇങ്ങനെ. അപ്പം എലമെന്റ് ഓഫ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ. ഇങ്ങനെ ഇട്ടാൽ എലമെന്റ്, ഇങ്ങനെ ഇട്ടാൽ നോട്ട് ആൻ എലമെന്റ്. ഓക്കെ. A is equal to തരികയാണ് 1,2. ഇതിന്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ അതിന്റെ മീനിങ് 1ഉം 2ഉം എന്ന് പറയുന്ന രണ്ട് പേരാണ്. ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അപ്പൊ ആ ഗ്രൂപ്പ് എങ്ങനെയൊക്കെ ഉണ്ടാകാം? ഇവരെ രണ്ടുപേരും ഇല്ലാതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകാം. ഇവരില്ല, ആരുമില്ല മീൻസ് 5. അടുത്തത് 1 മാത്രമായ ഒരു ഗ്രൂപ്പ്, 2 മാത്രമായ ഒരു ഗ്രൂപ്പ്, 1ഉം 2ഉം കൂടെ ചേർന്നൊരു ഗ്രൂപ്പ്. അപ്പൊ എന്താ? n of A is equal to 2 ആയപ്പോൾ number of subset is equal to 2 raised to 2 അഥവാ 4 ആയി. അടുത്തത് B is equal to 1, 2, 3 ആയിരുന്നു എന്ന് വെച്ചോ. അപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? n of A is equal to 3 ആണ്. അപ്പൊ സബ്സെറ്റ് എത്ര? നമ്പർ ഓഫ് സബ്സെറ്റ് എത്ര സബ്സെറ്റ് ഉണ്ട്? 2 raised to 3. 2 raised to 3 എത്ര? 8 സബ്സെറ്റ് ഉണ്ട്. ഏതൊക്കെയാ? ആദ്യം 3 പേരുമില്ല, ആരുമില്ല. ദെൻ ഓരോരുത്തരെ വീതം പറ. 1 മാത്രം, 2 മാത്രം, 3 മാത്രം. ഇതെല്ലാം കേർലി ബ്രാക്കറ്റ് കേട്ടോ. 3 മാത്രം. ഇനി 2 പേരെ വീതം പെയറിങ്. ഇത്രയും ചെയ്താൽ മതി. അതിന് ആദ്യത്തെ ആളെ ചൂസ് ചെയ്യുക, അയാളെ ചേർത്ത് ബാക്കിയുള്ളവരെ പറയുക. ഞാൻ 1 എടുത്തു, 1നെ ചേർത്ത് ഞാൻ പറയുക 1, 2. പിന്നെ 1നെ ചേർത്ത് അടുത്ത ആളെ പറയുക 1, 3. ഇനി 1നെ ചേർത്ത് ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല. 2 എടുക്കുക, 2നെ ചേർത്ത് പറയാൻ പോവാ. 2, 1 ഞാൻ എഴുതത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ 1, 2 എന്ന് പറയുന്നതും 2, 1 എന്ന് പറയുന്നതും സെയിം ആണ്. അത് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ മിസ് പറയുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ മക്കൾ ബാക്കിലേക്ക് നോക്കുക. ഇത് എപ്പോഴും ഫ്രണ്ടിലേക്ക് നോക്കിയാൽ മതി. 2നെ ആരുമായിട്ട് പെയർ ചെയ്യാം? 3യുമായി പെയർ ചെയ്യാം. എത്ര? 2, 3. ഇനി അടുത്ത ആളെ പിടിക്കാം. 3യെ പെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ 2 പേരുടെ കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്ത 3 പേര് ഏതാ? ക്വസ്റ്റ്യൻ തന്നെ 3 പേര്. 1, 2, 3. ഇനി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8. 8 പേരായില്ലയോ? ഇനി 4 പേര്, 4 എലമെന്റ്സ് വന്നാൽ നിങ്ങളോട് ചോദിക്കാവുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതാണ്. 1, 2, 3, 4 ആയിരുന്നുവെങ്കിൽ ഇപ്പൊ എന്താ? NOC, സിയിലെ ആളുകൾ 4. നമ്പർ ഓഫ് എന്ത്? സബ്സെറ്റ്. നമ്പർ ഓഫ് സബ്സെറ്റ് ഇസ് ഈക്വൽ ടു 2 raised to 4. എത്ര? 16. ആരാ? 5. 5 എല്ലാവരുടെയും സബ്സെറ്റാ കേട്ടോ. 5. ദെൻ ഓരോരുത്തരെ പറ. 1 മാത്രം, 2 മാത്രം, 3 മാത്രം, 4 മാത്രം. ഇനി ഈ 2 പേര് 1നെ എല്ലാവരുമായിട്ട് പെയർ ചെയ്ത് പറ. 1, 2, 1, 3, 1, 3. അടുത്തതാ 1, 4. ഇനി 1നെ പെയർ ചെയ്യാനൊന്നുമില്ല. അടുത്ത ആളെ പിടി. 2, 2, 3, 2, 4. ഇനി 2നെ പെയർ ചെയ്യാനില്ല. അടുത്ത ആളെ പിടി. 3, 3, 4. ഇനി 3യെ പെയർ ചെയ്യാനില്ല. 4നെ എടുത്താൽ 4നെ പെയർ ചെയ്യാനും ഫ്രണ്ടിലേക്ക് ആരുമില്ല. ഇനി 3 പേരുള്ളത് എഴുതണം അല്ലേ? 3 പേരുള്ളത് എഴുതാൻ പറഞ്ഞാൽ മക്കൾ ഇങ്ങനെ ചെയ്യണം. ലാസ്റ്റ് എലിമെന്റ് പൊത്തി പിടിച്ച് മിച്ചമുള്ളത് വായിക്കുക. 1, 2, 3. അപ്പം സെറ്റ് 1, 2, 3. ഇനി ലാസ്റ്റ് എലിമെന്റിനെ കൈമാറ്റിയിട്ട് സെക്കൻഡ് ലാസ്റ്റ് എലിമെന്റിനെ പൊത്തിപ്പിടി. ഏതാ? 1, 2, 4. അപ്പൊ സെറ്റ് 1, 2, 4. ഇനി അതിന്റെ മുമ്പിലെ തലപ്പത്തിപ്പിടി 1, 3, 4. സെറ്റ് 1, 3, 4. ഇനി ഫസ്റ്റ് ആളെ പൊത്തിപ്പിടി. എന്ത് കിട്ടും? 2, 3, 4. അപ്പോൾ 3 പേരുടെ കാര്യം കഴിഞ്ഞു. 4 പേരുടെ എഴുതാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ എഴുതുക.
1 2 3 4 ഇനി നോക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 കണ്ടോ ഒരാളെ പോലും മിസ് ആവാതെ കിട്ടി കണ്ടോ ഓർഡർ എഴുതാൻ പഠിച്ചാൽ മതി അപ്പൊ ഇൻ ജനറൽ a set has n elements ആണെങ്കിൽ അതിനെന്തുണ്ട് 2n സബ്സെറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ പവർ സെറ്റ് എന്താന്ന് പറയുക പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകൾ എഴുതുക അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും എന്തിട്ട് കൊടുക്കുക കേർലി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക അപ്പോ അടുത്തത് ഇതിങ്ങനെ വരും n എലമെന്റ് ഉണ്ടെങ്കിൽ പവർ സെറ്റ് ഹാസ് പവർ സെറ്റ് എന്ന് വെച്ചാൽ എന്താ കളക്ഷൻ ഓഫ് സബ്സെറ്റ് ആണ് അപ്പൊ എത്ര സബ്സെറ്റ് ഉണ്ട് n എലമെന്റ് ഉള്ളപ്പം 2n അതുകൊണ്ട് പവർ സെറ്റിന് 2n എലമെന്റ്സ് ഉണ്ട് ഓക്കെ ഈ സിയുടെ സബ്സെറ്റ് ഏതാന്ന് പവർ സെറ്റ് എന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം ലാസ്റ്റിൽ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്താണ് തന്നിരിക്കുന്നതിൽ അപ്രോപ്രിയേറ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതിൽ തന്നെ ഞാൻ ഫില്ല് ചെയ്യും നോക്ക് ഇത് ഇതിന്റെ സബ്സെറ്റ് ആണെന്ന് നോക്ക് 2 3 4 ഈ 3 പേരും തൊട്ടപ്പുറം എഴുതിയേക്കുന്നവനിലുണ്ടോ ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് അതുകൊണ്ട് ഇത് സബ്സെറ്റ് ആണ് അടുത്തത് എ ബി സി ഈ 3 പേരും ഇപ്പുറമുള്ളവനുണ്ടോ എ ഇല്ല അല്ലേ ഒരാളെങ്കിലും ഇല്ലെങ്കിൽ സബ്സെറ്റ് അല്ലെന്ന് പറയണം +1 പഠിക്കുന്ന കുട്ടികൾ അവരെല്ലാവരും ഇതിലുണ്ടോ നോക്ക് സ്കൂളിലെ എല്ലാ കുട്ടികളിലും ഉൾപ്പെടുന്നവരാണോ അതെ സ്കൂളിലെ എല്ലാ കുട്ടികളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും +1 എല്ലാം ഉൾപ്പെടുന്നുണ്ട് +1 എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് യുവർ സ്കൂൾ ആണ് സർക്കിൾസ് ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത് സർക്കിൾസ് ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ് ആരാ വലുത് ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾസിന്റെ കളക്ഷൻ ആണോ വലുത് അതോ എല്ലാ സർക്കിൾസിന്റെയും കളക്ഷൻ ആണോ വലുത് എല്ലാ സർക്കിൾസിന്റെയും കളക്ഷൻ ആണ് വലുത് എന്ന് വെച്ചാൽ ഈ എഴുതിയേക്കുന്നവൻ ഇവനകത്ത് വരില്ല നോട്ട് എ സബ്സെറ്റ് ഇനി ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ റെക്ടാങ്കിൾസ് ഇൻ എ പ്ലെയിൻ സബ്സെറ്റ് ആണോ അല്ല അവർ തമ്മിൽ ഒരു ബന്ധമില്ല ട്രയാങ്കിൾസുകൾ റെക്ടാങ്കിളിന് വരുമോ ഇല്ല ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകൾ ട്രയാങ്കിളിന്റെ ഭാഗമാണോ അതെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ട്രയാങ്കിൾസിന്റെ കളക്ഷനും എടുത്താൽ ആരാ കൂടുതൽ ട്രയാങ്കിൾസ് ആണ് ഈവൻ നാച്ചുറൽ നമ്പർ ആണോ വലുത് ഇൻറ്റീജേഴ്സ് ആണോ വലുത് ഇൻറ്റീജേഴ്സ് ആണോ വലുത് അല്ലേ അപ്പം സബ്സെറ്റ് എന്ന് പറയും സബ്സെറ്റ് എന്താ വലുതിന് നേരെ വാ തുറന്നിരിക്കണം ചെറുതിന് നേരെ വായടഞ്ഞിരിക്കുന്നു അത്രയേ ഉള്ളൂ ക്ലിയർ അപ്പൊ നമുക്ക് ഇവിടുന്ന് വേറൊരു അടുത്ത നോക്കിക്കോ തന്നിരിക്കുന്നതിൽ ട്രൂ ആണോ ഫോൾസ് ആണെന്നോ എ ബി നോട്ട് എ സബ്സെറ്റ് നോക്ക് എയും ബിയും ഇവിടെ ഉണ്ട് അപ്പൊ ഇത് സബ്സെറ്റ് ആണ് അവർ പറഞ്ഞു നോട്ട് എ സബ്സെറ്റ് എന്ന് ഫോൾസ് ആണ് അടുത്ത എ ഈ സബ്സെറ്റ് ഓഫ് വവൽസ് എന്നാണ് പറഞ്ഞേ വവൽസ് എന്ന് പറയുമ്പോൾ എന്താ എ ഇ ഐ ഒ യു ഉണ്ട് അപ്പൊ എയും ഇപ്പറേ വരുന്നുണ്ട് ഇയും ഇപ്പറേ വരുന്നുണ്ട് അതുകൊണ്ട് എ ഇ എന്ന് പറയുന്നത് വവൽസിന്റെ സബ്സെറ്റ് ആണ് അപ്പൊ ഇതെന്താ ട്രൂ ആണ് അടുത്ത 1 2 3 സബ്സെറ്റ് ഓഫ് 1 3 5 ആണോ ഇവിടെ 1 ഉണ്ട് ഇവിടെ 1 ഉണ്ട് ഇവിടെ 2 ഉണ്ട് ഇവിടെ 2 ഇല്ല അപ്പൊ ഫോൾസ് ആണ് സെറ്റ് എ സബ്സെറ്റ് ഓഫ് എ ബി സി ആണോ അതെ ഇവിടെ എ ഉണ്ട് ഇവിടെ എ ഉണ്ട് അപ്പൊ ട്രൂ ആണ് സെറ്റ് എ എലമെന്റ് ഓഫ് എ ബി സി ആണോ എ ബി സി എലമെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു മക്കളെ ഫ്രണ്ടിലത്തെ ബ്രാക്കറ്റും പുറകിലത്തെ ബ്രാക്കറ്റും വെട്ടിക്കളഞ്ഞിട്ട് മിച്ചമുള്ള കോമകൾക്ക് മുമ്പിലുള്ളവരെ പറ ഈ കോമയുടെ മുന്നിൽ എ ഈ കോമയുടെ മുന്നിൽ ബി ഇതിന്റെ മുന്നിൽ സി അപ്പൊ എന്താ എ എലമെന്റ് ആണ് ബി എലമെന്റ് ആണ് സി എലമെന്റ് ആണ് അവരുടെ ചോദ്യം സെറ്റ് എ എലമെന്റ് ആണോ അല്ല സെറ്റ് എന്ന് പറയുന്ന ഒരാൾ ഇതിലുണ്ടോ ഇല്ല വെറും എ ആണ് അപ്പൊ ഇതെന്താണ് ഫോൾസ് അടുത്ത നോക്ക് ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ആറിനേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ 1 2 3 4 5 ഇപ്പൊ എന്താ നാച്ചുറൽ നമ്പർ വിച്ച് ഈവൻ നാച്ചുറൽ നമ്പർ ആണ് അല്ലേ ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും 2 ഉം 4 ഉം മാത്രമേ വരത്തുള്ളൂ ഇപ്പുറത്തെ സൈഡ് നോക്ക് റൈറ്റ് സൈഡിൽ എന്താ പറഞ്ഞേ
36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? ചെയ്യാം. അതിന്റെ മീനിങ് ഇതെന്താ? ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നോട്ട് ഇത് തന്നെ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യന് വേണ്ടി അവർ തന്നേക്കുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഒരു സെറ്റ് തന്നാൽ സബ്സെറ്റ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ആദ്യമേ അവനിലെ എലമെന്റുകൾ എഴുതാം. തന്നേക്കുന്ന സെറ്റ് ഏതാ? സെറ്റ് 1 2 സെറ്റ് 3,4 5. അപ്പം നമുക്ക് ഇതിലെ എലമെന്റുകൾ എഴുതാം. എലമെന്റ് എഴുതുന്ന എങ്ങനെ? ഫ്രണ്ടിലെ സെറ്റും ബാക്കിലെ കളഞ്ഞു. 1 ഓരോ കോമാസിന്റെ ഫ്രണ്ടിലേത് 2 ഇതൊരൊറ്റ എലമെന്റാ. കാര്യം നോക്ക്, ഈ കോമയ്ക്കും ഇടയിൽ ഇത്ര ഉണ്ട്. അപ്പൊ സെറ്റ് 3,4 പിന്നെ അടുത്ത ആരാ? 5. ഇത്രയുമാണ് ഇവിടുത്തെ എലമെന്റുകൾ. അപ്പം നമുക്ക് ആദ്യം എലമെന്റുകൾ ചെക്ക് ചെയ്യാം. 1 എലമെന്റ് ആണോ? അതേത് എഴുതി വെച്ചേക്കുന്നു 1 എലമെന്റ് ആണ്. അപ്പൊ ഇതെന്താണ്? ട്രൂ ആണ്. അടുത്തത് സെറ്റ് 1 2 5 എലമെന്റ് ആണോ? 1 എലമെന്റ് ആണ്, 2 എലമെന്റ് ആണ്, 5 എലമെന്റ് ആണ്. സെറ്റ് 1 2 5 എലമെന്റ് അല്ല. അപ്പൊ ഇത് ഫോൾസ് ആണ്. അടുത്തത് സെറ്റ് 3 4 എലമെന്റ് ആണോ? നോക്ക്, സെറ്റ് 3 4 എലമെന്റ് ആണ്. അപ്പൊ ഇത് ട്രൂ ആണ്. അടുത്ത എവിടെ എലമെന്റ്? 5 എലമെന്റ് ആണോ? അല്ല, ഇത്രയും പേരേ ഉള്ള എലമെന്റ്. അപ്പൊ ഇത് ഫോൾസ്. അടുത്ത നമുക്ക് സബ്സെറ്റ് നോക്കാം. സബ്സെറ്റ് എന്ന് വെച്ചാൽ എന്താ? സബ്സെറ്റ് എന്ന് വെച്ചാൽ എലമെന്റുകളുടെ കോമ്പിനേഷൻ. നോക്ക്, സെറ്റ് 3 4. സെറ്റ് 3 4 എന്താ? സെറ്റ് 3 4 എന്ന് പറയുന്നത് ഇവിടുത്തെ എലമെന്റ് ആണ് അല്ലേ? എലമെന്റ് ആണ്. സബ്സെറ്റ് ആണോ? അപ്പം അല്ല. എലമെന്റ് ആണെങ്കിൽ സബ്സെറ്റ് അല്ല. 5 സബ്സെറ്റ് ഓഫ് എ ആണോ? ആണ്. 5 ഈസ് ഓൾവേസ് എ സബ്സെറ്റ് എന്ന് പറഞ്ഞത്. 1 സബ്സെറ്റ് ആണോ? അല്ല. 1 എന്താ? 1 എലമെന്റ് ആണ്. അപ്പൊ ഇത് ഫോൾസ് ആണ്. അടുത്തത് 1 2 3 സബ്സെറ്റ് ആണോ? സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ആ ഫ്രണ്ടിലത്തെ ബാക്കിലെ സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞ് കിട്ടുന്നവർ എലമെന്റ് ആണെങ്കിൽ മാത്രം സബ്സെറ്റാ. ഇതും പൊത്തുപിടിച്ച്. 1 എലമെന്റ്, 2 എലമെന്റ്, 3 എലമെന്റ് ആണോ? 3 എലമെന്റ് അല്ല. സെറ്റ് 3,4 ആണ് എലമെന്റ്. അപ്പൊ ഇതെന്താ? ഫോൾസ്. അടുത്തത് സെറ്റ് 5 സബ്സെറ്റ് ആണോ? അല്ല. നമ്മൾ കുറെ മുന്നേ ലാസ്റ്റ് ഡേ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഈ നൊട്ടേഷൻ നിങ്ങളെ കൺഫ്യൂസ് ആക്കാനാണ്. അടുത്തത് സെറ്റ് 3,4 ആണോ? അതെ. കാര്യം എന്താ? സെറ്റ് 3,4 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. എലമെന്റ് പുറമേ ഉള്ള ബ്രാക്കറ്റുകൾ രണ്ടും പൊത്തിപ്പിടിക്കുമ്പോൾ എലമെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ സബ്സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇത് ട്രൂ ആണ്. അടുത്ത 1 2 5 സബ്സെറ്റ് ആണോ? നോക്കാം. 1 എലമെന്റ് ആണ്, 2 എലമെന്റ് ആണ്, 5 എലമെന്റ് ആണ്. അതുകൊണ്ട് ഇത് സബ്സെറ്റ് ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് അതെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ഇവിടെ എഴുതിയേക്കാം. PDF-ലും ഇതേ പൊസിഷനിലൊക്കെ കാണത്തുള്ളൂ കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? അതിന്റെ ഫസ്റ്റ് പാർട്ട് സെറ്റ് എ. ഇതിന്റെ സബ്സെറ്റ് എഴുതാനാ പറഞ്ഞത്. ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? ഇവിടെ നമ്പർ ഓഫ് എലമെന്റ് 1 ആണ്. അപ്പൊ n is equal to 1 ആയതുകൊണ്ട് നമ്പർ ഓഫ് സബ്സെറ്റിന്റെ ഇക്വേഷൻ എന്താ? 2 raised to n അഥവാ 2 raised to 1 എത്ര? 2. ഏതൊക്കെയാ സബ്സെറ്റുകള്? 5 എപ്പോഴും സബ്സെറ്റ് ആണെന്ന് മനസ്സിലായി. 5 എഴുതി കഴിഞ്ഞു. അടുത്ത ആരാ? സെറ്റ് എ തന്നെ. രണ്ടുപേരെ എഴുതിയില്ലേ? സെക്കൻഡ് പാർട്ട് നോക്കാം. സെറ്റ് എ ബി. സെറ്റ് എ ബി. സെറ്റ് എ ബി എത്ര എലമെന്റ് ഉണ്ട്? n is equal to 2. 2 raised to 2 is equal to 4 സബ്സെറ്റ് ഉണ്ട്. ഏതൊക്കെയാ 4 സബ്സെറ്റ്? ഒന്നാമത്തത് 5, രണ്ടാമത്തത് എ മാത്രം, മൂന്നാമത്തത് ബി മാത്രം, അടുത്തത് എയും ബിയും. അടുത്തത് തേർഡ് പാർട്ട്. മൂന്നാമത്തത് സെറ്റ് 1 2 3. നോക്ക്, ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ് ഉണ്ട് അല്ലേ? 3 എലമെന്റ് ഉണ്ട്. അതായത് 2 raised to 3 8 സബ്സെറ്റ് ഉണ്ട്. 8 സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എത്ര? ഏതൊക്കെയാ? 5, 1 മാത്രം, 2 മാത്രം, 3 മാത്രം.
അപ്പോൾ ഓരോരുത്തരുടെ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടുപേരുടെ പേര് പറ. 1 2 1 1 3. 1ന്റെ പരിപാടി കഴിഞ്ഞു. അടുത്ത് 2ന്റെ പറ. 2 3. 2ന്റെ പരിപാടിയും കഴിഞ്ഞു. 3 കൊണ്ട് പറ്റത്തില്ല. 3 പേരുടെ എഴുതാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ എഴുതുക. 1 2 3. എന്നെ നോക്ക്. 1 2 3 4 5 6 7 8. 8 പേരായി. ഓക്കെ. അടുത്ത അഞ്ചാമത്തെ അതിന്റെ ഫോർത്ത് പാർട്ട് നാലാമത്തെ പാർട്ട് എന്താ പറഞ്ഞത്? 5 എന്ന് പറഞ്ഞാൽ എന്നാ? ഒന്നുമില്ല. അപ്പൊ ഇവിടെ n is equal to എത്ര? 0. അഥവാ സബ്സെറ്റ് 2⁻0 is equal to 1. അപ്പൊ സബ്സെറ്റ് ഏതാ? 5 തന്നെ. കാര്യം എന്താ? 5 is always a subset എന്നാ പറഞ്ഞത്. അപ്പൊ സബ്സെറ്റ് ഏതാന്ന് ചോദിച്ചാൽ 5 തന്നെ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറ് നോക്കുന്നതിലും 6 7 നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് നോക്കാം? യൂണിവേഴ്സൽ സെറ്റ് എന്താന്ന് പറഞ്ഞുതരാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സെറ്റിനെ. +1 കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സ്കൂളിലെ കുട്ടികളുടെ ഒരു പാർട്ടല്ലേ +1 കുട്ടികൾ അല്ലേ? അതുപോലെ തന്നെ ഉള്ളതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ കൂട്ടത്തിൽ വലിയ സെറ്റ്. ഇപ്പൊ +1 കുട്ടികളും സ്കൂളും എടുക്കുക. അപ്പൊ കൂട്ടത്തിൽ വലുത് ഏതാ? സ്കൂളാണ്. പോരാത്തതിന് +1 കുട്ടികൾ എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ സെറ്റ്. കൂട്ടത്തിൽ വലുതായിരിക്കണം. പോരാത്തതിന് തന്നിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സെറ്റുകളെല്ലാം ഇതിന്റെ ഭാഗവുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഉള്ള ഉത്തരം പറ. 8 ഫസ്റ്റ് പാർട്ട്. സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസിന്റെ യൂണിവേഴ്സൽ സെറ്റ് ഏതാ? സെറ്റ് ഓഫ് ട്രയാങ്കിളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള സ്പെഷ്യൽ കാറ്റഗറി അല്ലേ റൈറ്റ് ട്രയാങ്കിൾ? അതെ. രണ്ടാമത്തെ എടുക്കുക. സെറ്റ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ. അതിന്റെ ഉത്തരം എന്താ? സെറ്റ് ഓഫ് ട്രയാങ്കിൾസ്. കാര്യം സെറ്റ് ഓഫ് ട്രയാങ്കിൾസിനകത്ത് സ്പെഷ്യൽ ആളുകൾ അത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എടുക്ക്. എ തന്നു, ബി തന്നു, സി തന്നു. ഇതിന്റെ എല്ലാം ആയിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റ് ഏത്? അപ്പൊ നമുക്ക് നോക്കാം. 1 3 5 ഇതിലുണ്ട് അല്ലേ? 2 4 6 അതിലുണ്ടോ? ഉണ്ട്. 0 2 4 6 8. 0 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഇല്ല. അപ്പൊ ഇവനല്ല. 5 ആരും ഇല്ല. അപ്പൊ അതല്ല. ഇത് നോക്കി, ഇതിലെല്ലാരും ഉണ്ട്. അപ്പൊ ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ് എന്ന് പറഞ്ഞ് അടുത്തവനെ നോക്കാതിരിക്കേണ്ട. അടുത്തവനെ നോക്ക്. അവിടെ 0 ഇല്ല. അപ്പൊ ഏതാ യൂണിവേഴ്സൽ സെറ്റ്? തേർഡ് പാർട്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 6th 7th പറയാം. 6th ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. റിയൽ നമ്പർ നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചത് n z അങ്ങനെയുള്ളതൊക്കെയാണ് പഠിച്ചത്. ഇത് കണ്ടോ? x such that x element of r. അതിൽ മുന്നേ 5th ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ മെനി എലമെന്റ്സ് ഹാസ് p of a? p of a എന്ന് വെച്ചാൽ പവർ സെറ്റ് ഓഫ് a. a is equal to 5. 5 എന്ന് പറഞ്ഞാൽ എത്ര? 0 എലമെന്റ്. അപ്പൊ n is equal to 0. നമ്പർ ഓഫ് എലമെന്റ് ഇൻ പവർ സെറ്റിന്റെ ഇക്വേഷൻ എന്താ? 2n. ഇവിടെ n-ന്റെ വാല്യൂ 2 എനിത്തിങ് റൈസ് ടു 0 1. അപ്പൊ എത്ര? ആൻസർ 1. 6th ക്വസ്റ്റ്യൻ നോക്ക്. x എലമെന്റ് ഓഫ് r. എലമെന്റ് ഓഫ് r വരുമ്പോഴുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ റിയൽ നമ്പറിൽ 1-ന് ശേഷം ആര് എന്നതിനൊരു മറുപടി ഇല്ല. ഇന്റീജറിൽ അങ്ങനെയല്ല. 1-ന് ശേഷം 2 ആണെന്നും 2-ന് ശേഷം 3 ആണെന്നും അറിയാം. നാച്ചുറൽ നമ്പറിലും അങ്ങനെ 10-ന് ശേഷം 11 ആണെന്നും 11-ന് ശേഷം 12 ആണെന്നും അറിയാം. റിയൽ നമ്പറിൽ അങ്ങനെയല്ല. 10-ന് ശേഷം 10.1 ആണെന്ന് ചിലർ പറയും 10.01 ആണ്. പക്ഷെ അങ്ങനൊന്നും അല്ല. 10-നും 11-നും ഇടയ്ക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ തൊട്ടടുത്തുള്ള ആളെ അറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇതിന്റെ സൊല്യൂഷൻ എഴുതി കാണിച്ചു തരാം. എന്നിട്ട് ഒരു 4 സ്പെഷ്യൽ കേസ് കൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത് കോമായിട്ടല്ല. പകരം തന്നിരിക്കുന്നതിലെ ചെറിയ സംഖ്യ 6th ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഫസ്റ്റ് പാർട്ട്. ചെറിയ സംഖ്യ ലെഫ്റ്റ് സൈഡ് ചെയ്തു. -4 6 ആരെ ചെറുത്? -4. വലിയ സംഖ്യ റൈറ്റ് സൈഡ് ചെയ്തു. ഓക്കെ. ഇനി ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ റെക്ടാങ്കുലർ ബ്രാക്കറ്റ് ഉപയോഗിക്കും. ഇവന്റെ പേരാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഈക്വൽ ടു സിമ്പിൾ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വളഞ്ഞത് ഉപയോഗിക്കും. ഇതിന്റെ പേരാണ് ഓപ്പൺ ബ്രാക്കറ്റ്.
നോക്ക് -4ന്റെ അവിടെ ഈക്വൽ ടു സിമ്പിൾ ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു സിമ്പിൾ ഇല്ലാത്തത് കൊണ്ട് എന്താ? ഓപ്പൺ ബ്രാക്കറ്റ്. 6ന്റെ അവിടെ നോക്കി ഈക്വൽ ടു ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് എന്ത്? ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ക്ലിയർ? സെക്കൻഡ് നോക്ക് -12ഉം -10ഉം ആരാ വലുത്? ചെറുത്? -12. ആരാ വലുത്? -10. -12ന്റെ അവിടെ ഈക്വൽ ടു സിമ്പിൾ ഉണ്ടോ? ഇല്ല. ഇല്ലാത്തത് കൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്. -10ന്റെ അവിടെ ഉണ്ടോ? അവിടെയും ഇല്ല. അതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്. അപ്പൊ മൂന്നാമത്തത് നോക്കാം. ആരാ? 0 ആണ് ചെറുത്, 7 ആണ് വലുത്. 0യുടെ അവിടെ ഓപ്പൺ ഈക്വൽ ടു ഉണ്ട്, മീൻസ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. 7ന്റെ അവിടെ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ചെറുത് 3 ആണ്, വലുത് 4 ആണ്. രണ്ടിനും ഈക്വൽ ടു ഉണ്ട്, അതുകൊണ്ട് രണ്ടിനും ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഓക്കെ. അപ്പൊ ദേ ആറാമത്തെ ക്വസ്റ്റ്യന് മുൻപ് ഞാനൊരു നോട്ടായിട്ട് പറയുക. മിസ് എങ്ങനെ പറഞ്ഞു? വലുത് എഴുതുക, ദെൻ ചെറുത് എഴുതുക എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു നമ്പറെ തരുന്നുള്ളെന്ന് വിചാരിക്കുക. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എക്സ് ലെസ് ദാൻ 2. ഇവിടെ നോക്ക്, 2 എന്ന് പറയുന്നത് വലുതോ ചെറുതോ? 2ന്റെ നേരെ വായ തുറന്നായിരിക്കുന്നത് അല്ലേ, അതുകൊണ്ട് 2 വലുത്. ചെറുതാരാ? ചെറുതാരാന്ന് അറിയത്തില്ലെങ്കിൽ -ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കണം. ഇൻഫിനിറ്റി കണ്ടാൽ എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ്. നോക്കൂ, 2ന് ഇവിടെ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്ത്? ഓപ്പൺ ബ്രാക്കറ്റ്. അടുത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയിരുന്നു എന്ന് വിചാരിക്കുക. നോക്ക്, 2ന്റെ നേരെ വായ അടഞ്ഞിരിക്കുന്നു, മീൻസ് 2 ചെറുതാണ്. അപ്പൊ വലുതാരെന്നറിയത്തില്ലെങ്കിൽ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക. ഇൻഫിനിറ്റി കണ്ടാൽ എന്താ? ഓപ്പൺ ബ്രാക്കറ്റ്. ഇവിടെ നോക്കി ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് ഇത് ഓപ്പൺ ബ്രാക്കറ്റ്. സപ്പോസ് ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്തായേനെ? ഇതൊരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയി മാറിയേനെ. ഓക്കെ. അപ്പൊ വേണ്ടേ 6th ക്വസ്റ്റിന്റെ നേരെ റിവേഴ്സ് ആണ് 7th ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അവർ തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ എഴുതുക. 7th ക്വസ്റ്റ്യൻ നോക്ക്, -3, 7th ക്വസ്റ്റ്യൻ അവര് -3,0 എന്ന് തന്നു. ഇതിന്റെ കറസ്പോണ്ടിങ് എഴുതാനാ ചോദ്യം. എങ്ങനെ എഴുതും? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ, ചെറിയ നമ്പർ എഴുതുക, എക്സ് എഴുതുക, വലിയ നമ്പർ എഴുതുക, ബ്രാക്കറ്റ് അടയ്ക്കുക. ഇവിടുത്തെ നോക്കുക, എന്ത് ബ്രാക്കറ്റാ? ഓപ്പൺ ബ്രാക്കറ്റ്. ഓപ്പൺ ബ്രാക്കറ്റ് മീൻസ് ഈക്വൽ ടു ഇടരുത്. ഇവിടെ നോക്കുക, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് മീൻസ് ഈക്വൽ ടു ഇടരുത്. ഇതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ നോക്കാം. സെക്കൻഡ് പാർട്ട് എന്തുവാ പറഞ്ഞത്? ക്ലോസ്ഡ് ബ്രാക്കറ്റ് 6,12. എങ്ങനെ ഇരിക്കും? അടുത്ത രണ്ടെണ്ണം നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ, ചെറുത് എഴുതുക, എക്സ് എഴുതുക, വലുത് എഴുതുക, ബ്രാക്കറ്റ് അടയ്ക്കുക. ക്ലോസ്ഡ് ബ്രാക്കറ്റ് മീൻസ് ഈക്വൽ ടു ഉണ്ട്. ഇവിടെയും ക്ലോസ്ഡ് ബ്രാക്കറ്റ് മീൻസ് ഈക്വൽ ടു ഉണ്ട്. ക്ലിയർ? ഇത് നമ്മൾ കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ സുഖം, ഇത്രയും പഠിച്ചതുപോലല്ല, കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമാണ്. ഇതിന്റെ നോട്ട് നിങ്ങൾ രാവിലെ തന്നതാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ, രാവിലെ റെക്കോർഡ് ചെയ്യാനുണ്ട്. യൂണിയൻ ഓപ്പറേഷൻസിൽ ആദ്യം പഠിച്ചത് എന്താണ്? യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേർത്ത് എഴുതുക. എല്ലാത്തിനെയും കൂടെ അങ്ങോട്ട് മെർജ് ചെയ്ത് എഴുതുക. അപ്പൊ ഇവിടെ എന്താ? എക്സ് യൂണിയൻ വൈ. ഇവരെ രണ്ടുപേരും കൂടെ യൂണിയൻ എടുത്താൽ പറ എന്ത് കിട്ടും? ആദ്യം ഞാൻ ആദ്യത്തേൽ എഴുതുക. 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. രണ്ടാമത്തേൽ എഴുതാൻ വരുമ്പോൾ 1 ഉണ്ട്, പക്ഷെ 1 എഴുതിയതാ. 2 ഉണ്ട്, എഴുതി. 3 ഉണ്ട്, 3 ഓൾറെഡി എഴുതിയതാ. അപ്പൊ എക്സ് യൂണിയൻ വൈ കിട്ടിയില്ലേ? രണ്ടാമത്തെ നോക്ക്, രണ്ടാമത്തെ എന്തുവാ? AEIOയും. ഇവിടെ ശരിക്കും അവർ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ആവും കേട്ടോ, മിസ്റ്റേക്ക് ആയതാണ്. AEIOയും ABCയും കൂടെ ചെയ്യുക. യൂണിയൻ എടുക്കുമ്പോൾ ആദ്യം A ഉണ്ട്, E ഉണ്ട്, I ഉണ്ട്, O ഉണ്ട്, U ഉണ്ട്. ABCയിലെ A ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ദെൻ B ഉണ്ട്, C ഉണ്ട്. മൂന്നാമത്തെ പാർട്ട് നോക്ക്. മൂന്നാമത്തെ എന്തുവാ പറഞ്ഞത്? സെറ്റ്. A എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആയിരിക്കണം, മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം.
ബി എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പൊ ലെസ് ദാൻ 6 ആരൊക്കെയാ? 1 2 3 4 5. അതേ ചേർത്ത് ഞാൻ മറ്റേവന്റെ ബാക്കി എഴുതാൻ പോവാ. നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ? 3 6 9 12. എത്ര വരെ എഴുതണമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. ആൻഡ് അതർ മൾട്ടിപ്പിൾസ് ഓഫ്, മൾട്ടിപ്പിൾസ് ഓഫിനെ ഞാൻ എം ഓഫ് എന്ന് എഴുതും കേട്ടോ. അതർ മൾട്ടിപ്പിൾസ് ഓഫ് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ 4th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. 5th ക്വസ്റ്റ്യൻ എയും ഫൈയും കൂടെ, ഫൈ എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല. ഒരു സാധനവും ഒന്നുമില്ലാത്തൊരു സാധനവും കൂടെ മെർജ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? അത് തന്നെ കിട്ടും. 1 2 3 തന്നെ കിട്ടും. ചുരുക്കം പറഞ്ഞാൽ അവിടെ നിന്നൊരു പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. എ യൂണിയൻ ഫൈ. ഒരു സാധനവും ഫൈയുമായി യൂണിയൻ ചെയ്താൽ ആ സാധനം തന്നെ കിട്ടും, ആ സെറ്റ് തന്നെ കിട്ടും. എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ. കണ്ടോ? എയും ഫൈയും കൂടെ ചെയ്തപ്പം 1 2 3 കിട്ടി. 1 2 3യുടെ പേരെന്താ? എ എന്ന് തന്നെയാ. ഓക്കെ, അടുത്ത നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ബി. അതാണ് സെറ്റ് എ. ബി എന്ന് പറയുന്ന സെറ്റ് ഏതാ? എ ബി സി. അവരുടെ ചോദ്യം എ സബ്സെറ്റ് ഓഫ് ബി ആണോ? എ സബ്സെറ്റ് ഓഫ് ബി ആണോ? നോക്ക്, എയിലുള്ള രണ്ടുപേരും ബിയിലുണ്ട്, അതുകൊണ്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണോ എന്ന് ചോദ്യത്തിന് ഉത്തരം ആണ്. എങ്കിൽ എ യൂണിയൻ ബി എത്ര? എ യൂണിയൻ ബി എത്ര? അത് എയിലുള്ളവരെ എഴുതുക, എ ബി. ദെൻ ബിയിലുള്ളവരെ എഴുതുക. എ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ബി ഓൾറെഡി എഴുതിയിട്ടുണ്ട്, സി ഓൾറെഡി എഴുതി. സോറി, സി ഇപ്പൊ എഴുതി. അപ്പൊ എന്ത് കിട്ടി? അതിൽ നോക്കിക്കേ, എ സബ്സെറ്റ് ഓഫ് ബി ആയപ്പോൾ, എ സബ്സെറ്റ് ഓഫ് ബി ആയപ്പോൾ എ യൂണിയൻ ബി ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? എ തന്നെ കിട്ടി, സോറി ബി തന്നെ കിട്ടി. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സബ്സെറ്റ് ആണെങ്കിൽ യൂണിയൻ എടുക്കുമ്പോൾ ആ വാ തുറന്നിരിക്കുന്നവനെ കിട്ടും. സബ്സെറ്റ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ വാ അടഞ്ഞിരിക്കുന്നവനെ കിട്ടും. കണ്ട? ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി then എ യൂണിയൻ ബി is equal to ബി. പ്രോപ്പർട്ടിയാ, ബോക്സിൽ ഇട്ട് വെച്ചേക്ക്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി then എ ഇന്റർസെക്ഷൻ ബി is equal to എ. ഉദാഹരണം വെച്ച് നോക്കാം. പി സബ്സെറ്റ് ഓഫ് ക്യൂ ആണെങ്കിൽ എന്ത് പറയാം? പി യൂണിയൻ ക്യൂ is equal to, യൂണിയൻ എടുക്കുമ്പോൾ വാ തുറന്നിരിക്കുന്നവൻ ക്യൂ, ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ വായടഞ്ഞിരിക്കുന്നവൻ ആരാ? പി. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെ. എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ദെൻ എ യൂണിയൻ ബി. സബ്സെറ്റ് ആണെങ്കിൽ യൂണിയൻ എടുക്കുമ്പോൾ ആരാ? വാ തുറന്നിരിക്കുന്നവൻ. എ യൂണിയൻ ബി is equal to ബി. അടുത്ത ക്വസ്റ്റ്യൻ എ തന്നു, ബി തന്നു, സി തന്നു, ഡി തന്നു. ക്വസ്റ്റ്യൻസ് ഇതേ ഇപ്പറേ പേജിലാണ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ. ഇതിനകത്ത് ഞാൻ 1 2 3 ചെയ്ത് കാണിക്കത്തുള്ളേ. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കാം. എ എന്തായിരുന്നു? അവരുടെ എ എന്താണ്? എ യൂണിയൻ. നമുക്ക് ആദ്യം എ യൂണിയൻ ബി പോയി ചെയ്യാം. അപ്പറേ പേജിൽ തന്നെ ചെയ്യാണ്. ഇത് ഞാൻ നോട്ട് ആയിട്ട് എഴുതി തരാത്ത, ഓർഡർ എഴുതാത്ത നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. 4th ക്വസ്റ്റ്യന്റെ എ യൂണിയൻ ബി പറ. എ യൂണിയൻ ബി is equal to, എയും ബിയും ചേർത്ത് പറയാനാ. 1 2 3 4. പിന്നെ 3 4, അത് രണ്ടും എഴുതിയിട്ടുണ്ട്. 5 6. എ യൂണിയൻ ബി എഴുതിയില്ലേ? അടുത്ത എന്തുവാ ചെയ്യേണ്ടത്? അതായിരുന്നു ഫസ്റ്റ് പാർട്ട്. ഇനി ഇതേ 5th പാർട്ട് ചെയ്യാം. എ യൂണിയൻ ബി യൂണിയൻ സി. ഇതാണ് ഫസ്റ്റ് പാർട്ട്. അടുത്ത 5th പാർട്ട് ചെയ്യുക. എന്തുവാ? എ യൂണിയൻ ബി യൂണിയൻ സി. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എ യൂണിയൻ ബി ചെയ്യാം. നമുക്ക് എ യൂണിയൻ ബി ചെയ്തത് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഈ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ സി കൂടെ യൂണിയൻ ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് ഇവന്മാരെ തന്നെ എഴുതിയേക്കാം. 1 2 3 4 5 6. ഇനി സിയിലുള്ളവർ എഴുത്. സിയിലാരാ? 5 6 7 8. 5ഉം 6ഉം ഓൾറെഡി എഴുതി. 7 8. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളതും ബിയിലുള്ളതും സിയിലുള്ളതും നേരത്തെ എഴുതുക എന്നാ. അങ്ങനെയും എഴുതാം. 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 4 എഴുതി. പിന്നെ 3 എഴുതേണ്ട കാര്യമില്ല, ഓൾറെഡി എഴുതി. 4 എഴുതേണ്ട കാര്യമില്ല, ഓൾറെഡി എഴുതി. 5 എഴുതി, 6 എഴുതി. ഇനി എന്താ? സിയുമായി യൂണിയൻ ചെയ്യണം അല്ലേ? 5ഉം 6ഉം ഓൾറെഡി എഴുതിയതാണ്. 7 എഴുതി, 8 എഴുതി. അപ്പൊ എന്താ? 1 2 3 4 5 6 7 8 വേണ്ടേ?
അങ്ങനെയാണെങ്കിൽ 6th പാർട്ട് ചെയ്ത് നോക്കാം. 6th പാർട്ട് എന്താ പറഞ്ഞേ? 6th പാർട്ട് പറഞ്ഞത് എ യൂണിയൻ ബി യൂണിയൻ ഡി. എ യൂണിയൻ ബി യൂണിയൻ ഡി. മക്കൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ എ യൂണിയൻ ബി ദേ ഇവിടെ കിടപ്പുണ്ട്, ഇവനെയും ഡിയെയും കൂടെ ചേർത്ത് എഴുതാം. ഇവനെയും ഡിയെയും കൂടെ ചേർത്ത് എഴുതിയാൽ അത് ഇവനെ തന്നെ എഴുതാം. 1 2 3 4 5 6 ദെൻ ഡി എഴുതിക്കോ. ഡി എന്താ? 7 8 9 10. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റടിക്ക് ചെയ്യാം. ഒറ്റടിക്ക് എങ്ങനെ ചെയ്യുന്നത്? എ യൂണിയൻ ബി യൂണിയൻ ഡി. എ യൂണിയൻ ബി യൂണിയൻ ഡി. എയിലുള്ളവരെ എഴുതുക 1 2 3 4 ഇതേ കിടക്കുന്നു 1 2 3 4. ബിയിലുള്ളവരെ എഴുതുക 3 4 ഓൾറെഡി എഴുതിയതാണ് 5 6 ഇതേ കിടക്കുന്നു. ഡിയിലുള്ളവരെ എഴുതുക 7 8 9 10 ഇതേ 7 8 9 10. ക്ലിയർ? ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഇന്റർസെക്ഷനിൽ നോക്കാം. ദേ എ തന്നു, ബി തന്നു, സി തന്നു, ഡി തന്നു. ഫസ്റ്റ് പാർട്ട് എ ഇന്റർസെക്ഷൻ ബി ചെയ്യാൻ. എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എടുക്കുക മീൻസ് എന്താ? കോമൺ എടുക്കുക. എക്കും ബിക്കും കോമൺ ആരൊക്കെയുണ്ട്? 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. അപ്പൊ ആൻസർ എന്താ? 7 9 11. ഈ തേർഡ് പാർട്ട് ചെയ്ത് നോക്കാം. സെക്കൻഡ് ഒക്കെ ഹോംവർക്ക്. തേർഡ് പാർട്ട് എന്താ? എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. ഒന്നുകിൽ എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ സി കണ്ടുപിടിച്ചിട്ട് ഡിയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. എ ഇന്റർസെക്ഷൻ സി. എക്കും സിക്കും കോമൺ ആയിട്ട് ആരുണ്ട്? 11 മാത്രമേ ഉള്ളൂ. അപ്പൊ സെറ്റ് 11 എന്ന് കിട്ടും. ഇന്റർസെക്ഷൻ ഡിയിൽ ആരൊക്കെയുണ്ട്? 15 ഉണ്ട്, 17 ഉണ്ട്. ഇവരെ തമ്മിൽ ഇന്റർസെക്ഷൻ എടുത്തേ. ഇന്റർസെക്ഷൻ എടുക്കുക മീൻസ് കോമൺ എടുക്കുക. കോമൺ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, 5. അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ എക്കും സിക്കും ഡിക്കും കോമൺ ആയി ആരെങ്കിലും ഉണ്ടോ നോക്കുക. 3 എയിലുണ്ട്, സിയിലില്ല, ഡിയിലില്ല. 5 അങ്ങനെ നോക്കി നോക്കി ഇരിക്കണം. അപ്പൊ എന്ത് കിട്ടും? ആരും കോമൺ ഇല്ലെന്ന് മനസ്സിലാകും. അങ്ങനെ ചെയ്യുന്നതിലും എളുപ്പം ഈ മെത്തേഡാ കേട്ടോ. വേണ്ടേ? അങ്ങനെയാണെങ്കിൽ വേണ്ടേ 8th ക്വസ്റ്റ്യൻ. രാവിലെ നല്ലതായിട്ട് എടുത്തന്നുകൊണ്ടാണ് കേട്ടോ ഓടിച്ചു വിടുന്നേ. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. മക്കൾ ശ്രദ്ധിച്ചോ, ഇവിടെ 3 പേര് വന്നിട്ടും ബ്രാക്കറ്റ് തന്നില്ല, ഇവിടെ 3 പേര് വന്നപ്പോൾ ബ്രാക്കറ്റ് വന്നു. വ്യത്യാസമൊന്നും ഇല്ല. ഇവിടെ ഇടയ്ക്കുള്ള സിമ്പിളുകൾ എല്ലാം സെയിം ആയിരുന്നു. എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ ഇന്റർസെക്ഷൻ ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഒരിടത്ത് ഇന്റർസെക്ഷനും ഒരിടത്ത് യൂണിയനുമാണ്. അങ്ങനെ ഡിഫറെന്റ് സിമ്പിൾസ് വരുമ്പോൾ അവർ ബ്രാക്കറ്റ് തരും. അപ്പൊ നമുക്ക് ആദ്യം ബി യൂണിയൻ ഡി കണ്ടുപിടിക്കാം. ബോട്ട് മാസ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ. ബോട്ട് മാസ് അനുസരിച്ച് ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. ബി യൂണിയൻ ഡി ചെയ്യുവാണെങ്കിൽ ബിയിൽ ആരൊക്കെയുണ്ട്? 7 9 11 7 9 11 13. ഡിയിൽ ആരൊക്കെയുണ്ട്? 15 17. ഇനി എന്ത് ചെയ്യണം? എയുമായി ഇന്റർസെക്ട് ചെയ്യണം. എയിലും ഇപ്പൊ കിട്ടിയ ഉത്തരത്തിലും കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? 7 ഉണ്ട് കോമൺ, 9 ഉണ്ട്, 11 ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും? കോമൺ. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി ഈസ് ഈക്വൽ ടു 7 9 11. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഈ 10th ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കാണിക്കാം. 10th ക്വസ്റ്റ്യൻ ചെയ്തേ. എന്തുവാ ചോദ്യം? 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ പറഞ്ഞേക്കുന്നത് എ യൂണിയൻ ഡി. അപ്പൊ നമുക്ക് ആദ്യം ഓരോരുത്തരെ കണ്ടുപിടിക്കാം. എയും ഡിയും കൂടെ യൂണിയൻ എടുത്താൽ എന്ത് കിട്ടും? 3 5 7 9 11 17 എന്ന് കിട്ടും. അതിനൊരു സെറ്റ് ഇട്ട് കൊടുത്ത്. ഇനി പറയാം ബി യൂണിയൻ സി എത്ര വരും? ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിയും സിയും കൂടി ചേർത്ത് എഴുതിയാൽ 7 9 11 13 15 എന്ന് കിട്ടും. ഇവരെ തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കാനാ പറഞ്ഞത്. കണ്ടോ നടുക്ക് ഇന്റർസെക്ഷൻ. ഇവർക്ക് കോമൺ ആരാ? 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. 7 9 11. വേറെ വല്ലതും ഉണ്ടോ? 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. എ നോക്കട്ടെ മക്കളെ ഒന്നുകൂടെ. 15 എഴുതാൻ മറന്നുപോയി ഇവിടെ. എ യൂണിയൻ ഡി എഴുതുമ്പോൾ എയിൽ എല്ലാവരും 3 എഴുതി, 5 എഴുതി, 7 എഴുതി, 9 എഴുതി, 11 എഴുതി. ഡിയിൽ എല്ലാവരും ഡിയിൽ 15 എഴുതി, 17 എഴുതി. ഓക്കെ, ഇപ്പോഴാണ് ശരിയായത്. ഇന്റർസെക്ഷൻ എടുത്താൽ എന്ത് കിട്ടും? 7 9 11 15 എന്ന് കിട്ടും. എന്ത്? എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്.
എന്തൊക്കെയാ യൂണിയൻ ഓപ്പറേഷൻ എന്താ യൂണിയൻ എന്ന് പറഞ്ഞാൽ ചേർത്ത് എഴുതുക ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എടുക്കുക അതിൽ തന്നെ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സബ്സെറ്റ് പവർ സെറ്റ് റിയൽ നമ്പർ റെപ്രസെൻറ്റേഷൻ ഇത്രയുമാണ് പഠിച്ചത്